നമ്മുടെ ട്രിപ്പ് വളരെ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുടക് അല്ലെങ്കിൽ കൂർഗിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നൊരു സ്ഥലമാണ് ബാംബു ഫോറസ്റ്റ്. ഞാൻ 2006 ഇവിടെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അന്നിവിടെ ഒരു എലിഫൻറ്റ് റൈഡ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, ആന സഫാരിയൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പുറത്തൊക്കെ കയറി നമുക്ക് മനോഹരമായിട്ട് പോകുമായിരുന്നു. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ അതെന്തോ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റിൻ്റെ സംഭവം. രാവിലെ 9 മണി തൊട്ട് 5:30 വരെയാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് എന്നുള്ളത്. എൻട്രൻസിൽ മുതിർന്നവർക്ക് 60 രൂപയാണ്, കുട്ടികൾക്ക് 30 രൂപയാണ്. അതൊരു 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ 2 വീലർ പാർക്കിങ്ങിന് 20 രൂപയുണ്ട്, 4 വീലർ പാർക്കിങ്ങിന് 30 രൂപയുണ്ട്. ടെമ്പോ ട്രാവലറിലൊക്കെയാണ് വരുന്നതെങ്കിൽ 100 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് മെയിനായിട്ട്. അപ്പോൾ അത് കന്നഡത്തിൽ ഇംഗ്ലീഷിലൊക്കെ ഇവിടെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എലിഫൻറ്റ് സഫാരി എന്ന ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാലും ഒരു മുളങ്കാടിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് വളരെ മനോഹര കാര്യമാണ്. നമ്മളിവിടെ മാങ്ങയൊക്കെ തിന്നിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ എല്ലാവരും നിൽക്കുന്നത്. എവിടെ പോയാലും നമ്മൾ മാങ്ങ തീറ്റയ്ക്ക് നമുക്ക് കുറവൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഊട്ടി കൊടൈക്കനാൽ അങ്ങനെ വളരെ കൂളായിട്ടുള്ളൊരു സ്ഥലം എന്നാണ് നമുക്ക് തോന്നില്ല. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ആസ്വദിച്ചു വരുന്ന ആൾക്കാരാണെങ്കിൽ സംഭവം വളരെ അടിപൊളിയാണ്. ഒരു തൂക്കുപാലാണിതിൽ. നമ്മൾ ഈ ബാംബു ഫോറസ്റ്റിൽ ഇവർ നടപ്പാതയൊക്കെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ചുറ്റും മുളകളാണ്. ഈ മുളകൾക്ക് എത്ര വർഷം പഴക്കമുള്ള മുളകൾ ആണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. മൊത്തത്തിലൊരു പച്ചപ്പ് ആസ്വദിക്കുന്നവർക്കാണ് ഈ ഒരു ഏരിയ ഭയങ്കര മനോഹരമായിട്ട് പലപ്പോഴും തോന്നാറുള്ളത്. ഇവിടെ നമ്മൾ പാട്ടൊക്കെ പാടിയിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ടീമുകൾ ബാക്കിൽ വരുന്നുണ്ട്. കാരണം ഇത് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രകൃതി മനോഹരമായിട്ട് ആസ്വദിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോലെ ചെറുതായിട്ട് ചെറിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരുണ്ടാക്കുമല്ലോ. പിന്നെ ഇവിടെ അങ്ങനെ പക്ഷിമൃഗാദികളുള്ള കാടൊന്നുമല്ല, ഒരു മുളങ്കൂടാണ് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ചുറ്റും പച്ചമുളകളാണ്.
നമ്മൾ പാപ്പ ഫ്രെയിംസിന്റെ ടൂറായിട്ട് കൊടകിൽ വന്നിരിക്കുകയാണ്. ഈ കൊടകിൽ വരുന്നവരൊന്നും ഒക്കെ മിസ്സാക്കാത്ത ഒരു സ്ഥലമുണ്ട്. അതാണ് ബാംബു ഫോറസ്റ്റ്. നിറയെ ബാംബു ഉള്ള ഒരു ഫോറസ്റ്റ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും ഈ കാഴ്ചകൾ മിസ്സാക്കാറില്ല. നല്ല നല്ല ഫോട്ടോസ് എടുക്കാനും ഫാമിലിയായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ഈ കൊടകിലെ ബാംബു ഫോറസ്റ്റ്. ഇവിടെ വരുമ്പോൾ കുറേ സ്റ്റാച്യൂകളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ചരിത്രം, ഇവരുടെ പാരമ്പര്യമൊക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് സ്റ്റാച്യൂകളുണ്ട്. ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഈ പാർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും കൊടകിൽ വരുന്ന ഓരോരുത്തരും മിസ് ചെയ്യാതെ കൃത്യമായിട്ട് വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബാംബു ഫോറസ്റ്റ്. നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം, എൻജോയ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരുപാട് സ്റ്റാച്യൂകളുണ്ട്. ഇപ്പം എൻ്റെ പിന്നിലൊക്കെ കാണുന്നത് ഒരുപാട് സ്റ്റാച്യൂകളാണ്. ഇവിടുത്തെ പഴമക്കാരുടെ ജീവിതം, അവരുടെ പാരമ്പര്യമൊക്കെ അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു സ്റ്റാച്യൂ. ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. എന്താ പറയുക, ഇതൊരു നാടിൻ്റെ ചരിത്രം, നാടിൻ്റെ പാരമ്പര്യം എന്നൊക്കെ പറയാവുന്ന അവശേഷിപ്പുകളാണ്. ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇത് ആസ്വദിക്കാനാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ ഇവിടുത്തെ ആളുകളെ മനസ്സിലാക്കാനും ഇവരുടെ കൾച്ചർ അടുത്തറിയാനൊക്കെ ഇത്തരം സ്റ്റാച്യൂകൾ നിങ്ങളെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇതെല്ലാം കണ്ട് ആസ്വദിക്കുക. കാറ്റാടി തണലും തണലത്തലമതിരും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നാളിൽ ഇനിയില്ലിതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടി തണലും തണലത്തൊരമയിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. കാറ്റാടി തണലും തണലത്തൊരമയിലും. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ ശകലം അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഈ കാണുന്ന ഏറുമാടങ്ങൾ. പല സ്ഥലത്തും നമ്മൾ ഏറുമാടം കണ്ടിട്ടുണ്ടെങ്കിലും ഇതാ ഇങ്ങനെ മുളങ്കൂടുകൾക്കിടയിൽ ഒരു ഏറുമാടം, മരത്തിൻ്റെയാണ് ഏറുമാടം. ഒറ്റ സമയം അധികം പേർക്ക് കയറാൻ പറ്റില്ലെങ്കിലും കുറച്ച് പേരായിട്ടൊക്കെ കയറി ഇറങ്ങണമെങ്കിലും ഇതിൻ്റെ മേലെ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. നമ്മളപ്പോൾ മേലെ ഒന്ന് പോയിട്ട് വരാം.
ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലേ ഷിജേട്ടാ, ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കൂളിംഗ് ആംബിയൻസ് ആണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ, ഈ സുന്ദരമായിട്ടുള്ള സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം. എന്താ ഷിജേട്ടൻ്റെ പറയാനുള്ളത്? എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം വെച്ചാൽ പാപ്പ ഫ്രെയിംസിന്റെ 5ാമത്തെ ടൂറാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ടൂറിൽ എനിക്ക് വരാൻ സാധിച്ചുള്ളൂ. എന്നാലും 5ാമത്തെ ടൂറ് അതിമനോഹരമാക്കാനും ഈ പരിപാടി അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ, അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും ഷിജേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. ഷിജേട്ടൻ മാത്രമല്ല, ഈ പാപ്പ ഫ്രെയിംസിന്റെ കൂടെ ഇത്തവണ ടൂർ വന്നിട്ടുള്ള എല്ലാവരും വളരെ ഹാപ്പിയാണ്. നമുക്കറിയാം. നമുക്കിനി ഏറുമാടത്തിന്റെ മുകളിലേക്ക് പോകാനുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാണ്ട് ഇത് മാത്രം കൊണ്ട് ഈ കാഴ്ചകൾ തീരുന്നില്ല. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ കാഴ്ചകളൊക്കെ കാണിക്കും. ഓക്കെ, ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ഇതുപോലെയുള്ള നടപ്പാതകൾ. ഇതിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ബാംബു ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതിലൂടെ ഒരു നടത്തം എന്ന് പറയുന്നത് വേറൊരു ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പലപ്പോഴും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ എന്താ പറയുക, ഒരു സിനിമയ്ക്കൊക്കെ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മൾ പൈന്മരങ്ങൾക്കിടയിൽ മറ്റ് ഇതുപോലുള്ള സിമിലാരിറ്റിയുള്ള സാഹചര്യങ്ങളിലൊക്കെ പല സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇതിലൂടെയുള്ള യാത്രയൊക്കെ ഇവിടെ വരുന്ന സഞ്ചാരികൾ വളരെയധികം ആഘോഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതാ ഈ ബാംബു ഫോറസ്റ്റിൽ വന്നുള്ള നടത്തത്തെക്കുറിച്ചും നമ്മൾ ഏറുമാടത്തിൽ കയറുന്നതിനെ കുറിച്ചും ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് ഈ കാണുന്നൊരു സംഭവം. ഇവിടെ വന്നാൽ നമ്മൾക്ക് പക്ഷികളെ, തത്തകളെ, അങ്ങനെയുള്ള പക്ഷികളൊക്കെ നമുക്ക് വളരെ അടുത്ത് കാണാനും അതിനൊക്കെ നമ്മുടെ ദേഹത്ത് വെക്കാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഒരു ആംബിയൻസിൽ എന്താ പറയുക, കിളികളുടെ കളകളാരവൊക്കെ ഉള്ള ഒരു ആംബിയൻസിൽ സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന ഘടകങ്ങൾ ഒന്നുകൂടിയിട്ടാണ്. ഇവിടെ വരുന്ന സഞ്ചാരികളിൽ ഒരുപാട് പേര് ഈ എക്സ്പീരിയൻസ് അനുഭവിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇവിടെ വരുന്നവർക്ക് എന്തെല്ലാം എക്സ്പീരിയൻസ് ആണ് കിട്ടാനുള്ളത്. മുന്നേ ഇവിടെ വരുന്നവർക്ക് ഒരു ആനസവാരിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. പക്ഷെ നിരാശപ്പെടേണ്ട, ആൾട്ടർനേറ്റീവ് ഇവിടെ റെഡിയാണ്. ഈ ഒരു പരിപാടിയുണ്ട്, റോപ്പ് ആക്ടിവിറ്റി. ഏകദേശം 17 ആക്ടിവിറ്റീസ് അവർ 100 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് സിപ്പ് ലൈൻ ഉണ്ട്, മക്കാവു, അതായത് പക്ഷികളെ നമുക്ക് കയ്യെ വയ്ക്കാം, മനോഹരമായിട്ടുള്ള ആംബിയൻസ് അറിയാം. ഇതിൻ്റെ എല്ലാം കൂടെ മറ്റൊരു എക്സ്പീരിയൻസ്. കുട്ടികൾക്ക് ഇത് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിനോടൊപ്പം തന്നെ ത്രില്ലിംഗ് ആണ്. 100 രൂപയാണ് ഇതിൻ്റെ ചാർജ്. 17 ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാംബു ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കാഴ്ചകളും ബാക്കിയുള്ള എക്സ്പീരിയൻസൊക്കെ വേറെ ലെവലാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ കൂർഗിൽ വന്നതിൽ വളരെയധികം ഹാപ്പിയാണ്. നമ്മുടെ ടീമും ഹാപ്പിയാണ്. കുറച്ച് നേരത്തെ നമ്മൾ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. തീർച്ചയായിട്ടും അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെയാണ് പാപ്പ ഫ്രെയിംസിൻ്റെ ഈ ടൂർ. ബാംബു ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകളുണ്ടെന്ന് ഞാൻ പലതവണയായി പറയുന്നു. അപ്പോൾ ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അത്യാവശ്യം നടക്കാനോ ആസ്വദിക്കാനോ ഉള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് വരിക. കാരണം വയസ്സായ ആളുകൾ, അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് നടന്നു കഴിയുമ്പോൾ ക്ഷീണിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളേക്കാൾ ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളൊക്കെയാണ് ഇവിടെ വരേണ്ടത്. നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ നമ്മൾ ഒന്നും കഴിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ വന്നു വിട്ടാൽ ഒരുപാട് സ്ഥലങ്ങൾ നടന്ന് കാണാനുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വാങ്ങിക്കാൻ കഴിയില്ല. പുറത്തു നിന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കാൻ സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ അക്കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റുള്ള കാഴ്ചകൾ ഒക്കെ കൂടാതെ നമ്മളിപ്പോൾ കരയിലെ കാഴ്ചകൾ കണ്ടു എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഒരു റിവർ ഉണ്ട്. അപ്പോൾ ഇവിടെ സന്ദർശകർക്ക് ഇറങ്ങാനും അവിടെ ഒന്ന് കാല് നനയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ അതിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നദിയിലേക്ക് ഇറങ്ങാനായിട്ടുള്ള വഴിയുടെ അവിടെയാണ്.
ഇതിലേ ഇങ്ങനെ പതുക്കെ ഇറങ്ങി പോയിട്ട് വേണം. നിങ്ങൾക്ക് ഇപ്പോൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. എന്തായാലും വളരെയധികം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സൗന്ദര്യവും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ കുട്ടികളെയും കൊണ്ടുവരുന്നവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. ഒരുപാട് പേര് ഇപ്പോൾ അവിടെ നിന്നിട്ട് എന്താ പറയുക, ഈ നദിയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ട്, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം.